ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2025 മാർച്ച് 29 രാത്രി ശനിഗ്രഹം കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ശനിഗ്രഹത്തിൻ്റെ രാശിമാറ്റം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിശദമായിട്ടുള്ള ചർച്ചയാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ തുലാക്കൂറുകാർ എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 ഭാഗം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇവിടെ പൊതുവെ നമ്മളെ ശനിയുടെ രാശിമാറ്റം എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു ഭയമാണ് ഈ ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ ശനിയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം? ഇപ്പം നമ്മൾ തുലാക്കൂറുകാർക്ക് യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഈ ശനി. ഇപ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സാഹചര്യത്തിലും ഒരു വ്യക്തി എങ്ങനെയൊക്കെ ജീവിക്കണം, എന്ത് കർമ്മം ചെയ്യണം, അത് ഏത് രീതിയിൽ വേണം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ ആ ശനിയുടെ നിർദ്ദേശമനുസരിച്ച് പഠിച്ച് പോകുന്നവർക്ക് അവരുടെ കഴിവുകളെല്ലാം വികസിപ്പിച്ച് അവരെ പരിപോഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി. അതേസമയം പഠന തൽപരരല്ലാത്തവരെ തല്ലുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഗ്രഹമാണ് ശനി. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സൃഷ്ടിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു ഗ്രഹമായിട്ട് വേണം നമ്മൾ ശനിയെ കാണേണ്ടത്. അപ്പോൾ ഈ ദുരിതങ്ങൾ അനുഭവിച്ച് എന്തും സഹിക്കാനുള്ള ഒരു കഴിവ്, ഒരു സഹനശക്തി ഈ ശനി ഓരോരുത്തർക്കും നൽകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശനി എന്ന് പറയുമ്പോൾ അത് അധ്വാനത്തിൻ്റെ ഒരു ഗ്രഹമാണ്, അച്ചടക്കത്തിൻ്റെ ഒരു ഗ്രഹമാണ്, ക്ഷമാശീലത്തിൻ്റെ ഗ്രഹമാണ്, നീതിബോധത്തിൻ്റെ ഗ്രഹമാണ്, കഷ്ടപ്പാടുകളുടെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ അധ്വാനവും അച്ചടക്കവും ക്ഷമാശീലവും നീതിബോധവും കഷ്ടപ്പാടും അതുപോലെ സുഖവും ഈശ്വര കടാക്ഷവും ഒക്കെ കൂടിച്ചേർന്നതാണ് ജീവിതം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിശ്വഗുരുവായിട്ട് നമുക്ക് ശനിയെ കാണാം. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 4ഉം 5ഉം ഭാവാധിപനാണ്. അതായത് കേന്ദ്രഭാവത്തിൻ്റെയും ത്രികോണഭാവത്തിൻ്റെയും അധിപനാണ് ശനി. അപ്പോൾ ശനി യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഇപ്പോൾ ആ ശനി 5ാം ഭാവരാശിയിൽ സഞ്ചരിക്കുകയാണ്. 2025 മാർച്ച് 29 രാത്രി 5ൽ നിൽക്കുന്ന ശനി 6ലേക്ക്, അതായത് മീനരാശിയിലേക്ക് രാശി മാറുന്നു. 6ാം ഭാവരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രാശിയാണ്. അപ്പോൾ ശനിയും ഗുരുവും ശത്രുഗ്രഹങ്ങളല്ല, രണ്ടും സമന്മാരാണ്. 2027 ജൂൺ 3 വരെ ആ ശനി 6ാം ഭാവരാശിയിൽ സ്ഥിതി ഉണ്ടാകും. അപ്പോൾ 6ൽ വരുന്ന ശനി പ്രത്യേകിച്ച് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, അതുപോലെ രേവതി നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരെന്ന് പറയുന്നത് ഗുരുവാണ്, അതുപോലെ ശനിയാണ്, അതുപോലെ ബുധനാണ്. അപ്പം ഗുരുവും ബുധനും ഒക്കെ തന്നെ ശനിയുടെ ശത്രുഗ്രഹങ്ങളല്ല. ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ആ ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പം പൊതുവെ മീനം രാശിയിൽ ശനി രാശി മാറി വരുന്നത് കൊണ്ട് വലിയ ദോഷം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം. ഇനി തുലാക്കൂറുകാർക്ക് ശനി 5ൽ നിന്ന് 6ലേക്ക് രാശി മാറുമ്പോൾ, പ്രത്യേകിച്ച് ഈ തുലാക്കൂറുകാർ എന്ന് പറയുമ്പോൾ അവരുടെ
ആ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർ, പ്രത്യേകിച്ച് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, അതുപോലെ ചോതി നക്ഷത്രം, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരെല്ലാം ചൊവ്വ, രാഹു, ഗുരു, ഈ ഗ്രഹങ്ങളാണ്. അതിൽ ചൊവ്വ എന്ന് പറയുന്നത് ശനിയുടെ ശത്രുഗ്രഹമാണ്. അപ്പോൾ ഗുരു, ശനി സമന്മാരാണ്, അവർ ശത്രുഗ്രഹങ്ങളല്ല. അപ്പോൾ പൊതുവെ 7ര ശനി അല്ലെങ്കിൽ കണ്ടക ശനി അല്ലെങ്കിൽ അഷ്ടമശനി ഇതുപോലെയുള്ള ദോഷങ്ങളൊന്നും തുലാക്കൂറുകാർക്ക് വരുന്നില്ല. എന്നതുകൊണ്ട് ശനിയുടെ 6ലേക്കുള്ള രാശിമാറ്റം വലിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കില്ല. എങ്കിലും ചിത്തിര നക്ഷത്രക്കാർക്ക് മറ്റ് 2 നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ശനിയുടെ രാശിമാറ്റം ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചു എന്ന് വരാം. ഇനി തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ ദശാകാലം ഏത് സമയത്ത് വരും എന്നും കൂടെ നോക്കാം. ഇപ്പോൾ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനിയുടെ ദശ വരുന്നത് ഏകദേശം ഒരു 38-40 വയസ്സിലായിരിക്കും. അതുപോലെ ശനിദശ ആരംഭിക്കുന്നത്. അതുപോലെ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദശ ആരംഭിക്കുന്നത് ഒരു 28-30 വയസ്സിലൊക്കെ ആയിരിക്കും. അതേപോലെ വിശാഖ നക്ഷത്രക്കാർക്കാണെങ്കിൽ ശനിദശ ഏകദേശം ഒരു 10-11 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ആരംഭിക്കുന്നത്. പക്ഷേ ഈ കൂറിലെ നക്ഷത്രക്കാരുടെ ജന്മശിഷ്ട ദശാകാലത്തിന് വ്യതിയാനം വരുന്നതിന് അനുസരിച്ച് ഈ ശനിദശയുടെ ആരംഭകാലത്തിലും വ്യതിയാനം വരും എന്നും കൂടെ നമ്മൾ അറിയണം. അതേസമയം ഏത് ദശ നടക്കുമ്പോഴും ഈ ശനിയുടെ അപകാരകാലം വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ജാതകത്തിൽ പ്രത്യേകിച്ച് ശനി ലഗ്നാൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ രാശിമാറ്റം ഗുണാനുഭവം ഉണ്ടാക്കും, മറ്റു ദോഷങ്ങൾ ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം. ഇനി ഈ ശനിയുടെ 6ലേക്കുള്ള രാശിമാറ്റം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരേ അനുഭവങ്ങളാണോ ഉണ്ടാകുന്നത് എന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പം തുലാക്കൂറുകാരിൽ അതായത് ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രത്തിൽ കൈപ്പെടുന്ന ആളുകൾക്ക് ഒരേ അനുഭവങ്ങളാണോ വരുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് ഇപ്പോൾ ഈ കൂറുകാർക്ക് നടക്കുന്ന ദശ, അപകാരം, അതുപോലെ ഈ കൂറുകാർക്ക് അവരുടെ ലഗ്നരാശി ഏതാണെന്നും കൂടെ അറിയണം. കാരണം ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം. അതിൽ ചില ലഗ്നരാശികൾ വന്നു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും. ചില ലഗ്നരാശി വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരും. അപ്പോൾ ലഗ്നരാശികൾ അറിയണം, ഇപ്പം നടക്കുന്ന ദശ അറിയണം, ഇപ്പം നടക്കുന്ന അപകാരങ്ങൾ അറിയണം. അപ്പോൾ പൊതുവെ നമ്മൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടവലഗ്നം, മിഥുനലഗ്നം, കർക്കിടക ലഗ്നം, തുലാലഗ്നം, മകരലഗ്നം, കുംഭലഗ്നമാണ് വരുന്നതെങ്കിൽ ശനിയുടെ രാശിമാറ്റം പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും, വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ കന്നി, അതുപോലെ വൃശ്ചിക ലഗ്നക്കാർക്ക് അവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിൽ ചെറിയ കാലതാമസം ഉണ്ടായി എന്നും കൂടെ വരാം. അതേസമയം മേടം, ചിങ്ങം, ധനു, മീന ലഗ്നക്കാർക്ക് ഗുണാനുഭവങ്ങൾ കുറയുന്നതിനോ അല്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ കൂടുന്നതിനോ സാധ്യതയുണ്ട്. അതേസമയം ഈ കൂറുകാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശയോ അപകാരമോ അത് ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ബുധൻ്റെയോ ഒക്കെ ആണെങ്കിൽ, അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തും ആണെങ്കിൽ അത് ഗുണാനുഭവം കൂട്ടും. മറ്റു ഗ്രഹങ്ങളുടേതാണെങ്കിൽ ചിലപ്പോൾ അത് ഗുണാനുഭവം കുറയ്ക്കാനും സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളുമാണ് ഈ തുലാക്കൂറുകാർക്ക് ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി യോഗകാരകനാണ്. 4ഉം 5ഉം ഭാവാധിപനാണ്, യോഗകാരകനാണ്. അതിൽ 5ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം 6ലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ഏത് പ്രതിബന്ധങ്ങളെയും ഏത് വെല്ലുവിളികളെയും വിവേകബുദ്ധിയിലൂടെ തരണം ചെയ്യുന്നതിന് ഈ കൂറുകാർക്ക് കഴിവ് കൂടുന്ന സമയമായിരിക്കും.
അതുപോലെ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. കർമ്മത്തിലും അതുപോലെ സേവനത്തിലുമൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും. കാര്യസാധ്യത്തിന് ക്ഷമയും അച്ചടക്കവും അനിവാര്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ സമയത്ത് ഉണ്ടാകുന്നത് വളരെ ഗുണം ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും. ചിട്ടയായിട്ടുള്ള വ്യായാമം, യോഗ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അത് ശീലിക്കുന്നവർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സേവനങ്ങളിൽ ഗുണാനുഭവം ഉണ്ടാകും. സേവനങ്ങളിൽ വിജയം, പൊതുവെ സേവന അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ നിന്നും സന്തോഷം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധിയുണ്ടാകും. ദിനചര്യകളിലൊക്കെ കൃത്യനിഷ്ഠ, ക്ഷമ, അതുപോലെ അച്ചടക്കം, സഹനശക്തി ഈ കൂറുകാർക്ക് ഉണ്ടാകാവുന്ന സമയമായിരിക്കും. അതുപോലെ ഏത് പ്രശ്നങ്ങളിലും നീതി പുലർത്തുന്ന ഒരു മനോഭാവം ഇവർക്കുണ്ടാകും. ചിലർക്ക് സന്താനങ്ങളുമായിട്ട് ഭിന്നതയോ സന്താനത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായെന്ന് വരാം. ശനി 4-ാം ഭാവാധിപനായതുകൊണ്ട് അത് പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് വികാരഭരിതനാകാനിടയുണ്ട്. ആരോടും യോജിക്കാത്തൊരു സ്വഭാവം ഒക്കെ ചിലപ്പം വരാം. അതേസമയം നമ്മൾ വാഹനത്തിൽ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. മാതൃ സഹോദരന് കർമ്മത്തിലൊക്കെ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ കോൺട്രാക്റ്റ് വർക്കിൽ, അതുപോലെ ഖനന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ വലിയ നേട്ടമുണ്ടാകുന്ന സമയമായിരിക്കും. 6 നിൽക്കുന്ന ശനി അതിൻ്റെ 3-ാം ഭാവമായിട്ടുള്ള അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ശുക്രൻ്റെ രാശിയാണ്. ശുക്രനും ശനിയൊക്കെ മിത്രഗ്രഹങ്ങളാണ്. അപ്പോൾ സഹോദരങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുടെ മൂലകാരണം എന്താണെന്ന് കണ്ടെത്താനൊക്കെ ഈ ശനിയുടെ 6-ലേക്കുള്ള രാശിമാറ്റത്തിന് കഴിയും. മാത്രമല്ല നെഗറ്റീവ് തോട്ട്സുകളൊക്കെ മാറി പോസിറ്റീവ് ചിന്തകളൊക്കെ വരും. അതുപോലെ ഈ സമയത്ത് കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഈ പാർട്ട്നേഴ്സുമായും ജീവിത പങ്കാളിയുടെ പേരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. കൂട്ടുസംരംഭങ്ങൾ വഴി അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. അതുപോലെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയൊക്കെ നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഗവേഷണ വിഷയത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ശാസ്ത്രജ്ഞർക്കൊക്കെ തന്നെ അവർക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകും. ശാസ്ത്രജ്ഞർക്കാണെങ്കിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾക്കത് സാധ്യത കാണുന്നുണ്ട്. നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് വലിയ നേട്ടം ഉണ്ടാകും. അതേസമയം യാത്രകളിൽ അല്പം കരുതൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി 6 നിൽക്കുന്ന ശനി അതിൻ്റെ 7-ാം ഭാവമായിട്ടുള്ള 12-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് ബുധൻ്റെ രാശിയാണ്. ബുധനും ശനിയും മിത്ര ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ആ ശനിയുടെ മിത്രരാശിയിലെ ദൃഷ്ടി ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും. 12-ൽ 7-ാം ഭാവമായ 12 എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും. മാത്രമല്ല ശനി 5-ാം ഭാവാധിപനും കൂടെയാണ്. ഉപാസനാദി കാര്യങ്ങളുടെ അധിപനും കൂടിയാണ് ശനി. അത്തരത്തിലുള്ള ഒരു ശനി 12-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആത്മീയ പുരോഗതി, അതുപോലെ തന്നെ ആത്മീയ ആചാര്യന്മാരെ കണ്ടുമുട്ടുന്നതിനോ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനും അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. സേവനവുമായിട്ട് അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിദേശത്തൊക്കെ ബന്ധം സ്ഥാപിക്കുന്നതിനോ വിദേശത്ത് പോകുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നു. അതുപോലെ ചിലർക്ക് ഈ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിദേശ യാത്രകൾ ഉണ്ടായെന്ന് വരാം. അതിനുള്ള വായ്പകളൊക്കെ ചിലപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് അതിൻ്റെ ഉയർന്ന ചികിത്സയ്ക്കായിട്ട് ചിലപ്പോൾ വിദേശ യാത്രക്കൊക്കെ യോഗം കാണുന്നുണ്ട്. ആതുര പ്രവർത്തനങ്ങളിൽ ഒക്കെ ചിലപ്പോൾ പങ്കാളിയാകാം. അതേപോലെ വിദേശ സ്ഥാപനങ്ങളുമായിട്ട് ഉള്ള പങ്കാളിത്തത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുവഴിയൊക്കെ നേട്ടമുണ്ടാകും. അതേസമയം ചെലവിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. കഴിവതും അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലത്. ഇനി 6 നിൽക്കുന്ന ശനി അതിൻ്റെ 10-ാം ഭാവമായ 3-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഈ 3-ലേക്കൊക്കെ ശനിയുടെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പം ധൈര്യം, വീര്യം, അതുപോലെ
കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള സ്പിരിറ്റൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. തൊഴിലിടത്ത് നേതൃതലത്തിലേക്കൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. ചില സ്ഥാപനങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഉപദേശം, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഒരു അധിപതിയും കൂടിയാണ് ആഗ്രഹം. അപ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് ചില തിരിച്ചടികൾ ഒക്കെ ചില നിരാശ അനുഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷമായിരിക്കും അവർക്ക് വിജയമൊക്കെ വരുന്നത്. അതുപോലെ ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ സേവനവുമായി ബന്ധപ്പെട്ടോ കരാറുകളിലോ അല്ലെങ്കിൽ രേഖകളിലോ ഒക്കെ ചിലപ്പോൾ ഒപ്പുവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് വരാം. ചിലർക്ക് പ്രാദേശിക ഭരണസമിതികളിലൊക്കെ നേതൃതലത്തിലൊക്കെ എത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ തുലാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം 6ലേക്കുള്ള ശനിമാറ്റം വളരെ ഗുണാനുഭവം ഉണ്ടാക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.